സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. ചീഫ് സെക്രട്ടറിക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 1 വർഷത്തിനകം പൊളിച്ചു നീക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, വിശദാംശങ്ങൾ. കാവ്യ, അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ നൽകിയ ഒരു ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഹർജിയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചൂണ്ടിക്കാട്ടിയിരുന്ന അവരുടെ പത്തനംതിട്ട ജില്ലയിലെ ചന്ദ്രപ്പള്ളി എസ്റ്റേറ്റിൽ ഏതാണ്ട് 1500 ഏക്കറോളം വരും. അവിടെ റബ്ബർ എസ്റ്റേറ്റാണ്, അവിടെ ലയങ്ങളും മറ്റും ഉണ്ട്. അവിടെ ചില ആരാധനാലയങ്ങൾ അടുത്തിടെ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ ഒരുതരം കയ്യേറ്റമാണത്. അതിനെതിരെ പോലീസിലും റവന്യൂ വകുപ്പിലും ഒക്കെ പരാതി നൽകിയെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല. അത് സമൂഹത്തിൽ വലിയ വിഷയം ഉണ്ടാകും, അതുകൊണ്ട് ഇടപെടുന്നില്ല, ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ ചൂണ്ടിക്കാട്ടി പോലീസ് ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് കോടതി ഇടപെടണം. ഇതായിരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷൻ PCKയുടെ ആവശ്യം. കോടതി അത് പരിഗണിച്ചു. കോടതി അത് പരിഗണിച്ചതിന് ശേഷം നൽകിയ കർശന നിർദ്ദേശമാണ് ആ കേസിൽ മാത്രമല്ല സംസ്ഥാനത്ത് എല്ലായിടത്തുമുള്ള അനധികൃത കയ്യേറ്റങ്ങൾ, ആരാധനാലയങ്ങളുടെ പേരിൽ നടക്കുന്ന കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ കർശന നിർദ്ദേശം കോടതി നൽകിയത്. കോടതി പറഞ്ഞത് പലയിടത്തും ഇത്തരം ആരാധനാലയങ്ങളുടെ പേരിൽ പൊതു ഇടങ്ങളും സർക്കാർ ഭൂമിയും കയ്യേറുന്നൊരു സാഹചര്യമുണ്ട്, അത് അനുവദിക്കാനാവില്ല. അതുകൊണ്ട് 6 മാസത്തിനകം ഇത്തരം കയ്യേറ്റങ്ങളുടെ ഒരു പട്ടിക ജില്ലാ കളക്ടർമാർ തയ്യാറാക്കണം. അതിന് ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകണം. ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി ജില്ലാ കളക്ടർമാരെ കൊണ്ട് ഇതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കിക്കണം. ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ 1 വർഷത്തിനകം മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി ചില കമൻറ്റുകളും പറഞ്ഞു. ദൈവം എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട് എന്നാണല്ലോ സങ്കല്പം, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ സർക്കാർ ഭൂമിയൊക്കെ കയ്യേറുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും 1 വർഷത്തിനകം ഇത്തരം എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ കർശന നിർദ്ദേശം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.